ഇപ്പോൾ ഉത്സവങ്ങളുടെ കാലമാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലും അടുക്കുന്നു. അതോടൊപ്പം തന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്കായി തലസ്ഥാന നഗരം ഒരുങ്ങുകയാണ്. നഗരത്തിൻ്റെ പല ഭാഗത്തും പൊങ്കാല കലങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മാർച്ച് 3 ആറ്റുകാൽ പൊങ്കാല. ഫെബ്രുവരി 23 മുതൽ മാർച്ച് 4 വരെയാണ് ഇത്തവണത്തെ പൊങ്കാല മഹോത്സവം നടക്കുന്നത്. മാർച്ച് 3 പൊങ്കാല. അന്ന് ക്ഷേത്രത്തിന് 20 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാല അടുപ്പുകൾ നീളും. പൊങ്കാലയെ വരവേൽക്കുവാൻ തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം പൊങ്കാലക്കലങ്ങളുടെയും മറ്റ് സാമഗ്രികളുടെയും കച്ചവടവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആളുകൾ കലങ്ങൾ വാങ്ങുവാനും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പൊങ്കാലയ്ക്ക് ഒരാഴ്ച മുന്നേ ആയിരിക്കും കച്ചവടം പൊടിപൊടിക്കുക. കച്ചവടം ഇനി കൊടിയേറുകയാണ്. അടുത്ത തിങ്കളാഴ്ച കൊടിയേറണില്ലേ, അത് മുതൽ കച്ചവടം തുടങ്ങും. പൊങ്കാല ദിനത്തോടടുക്കും തോറും തിരക്ക് കൂടുമെന്നുള്ളതിനാൽ അതിനു മുൻപേ തന്നെ കലങ്ങൾ വാങ്ങിവെക്കാനുള്ള തിടുക്കത്തിലാണ് മറ്റു ചിലർ. നേരത്തെ എടുത്തു വെച്ചാൽ പിന്നീട് തിരക്കാവും, നമുക്ക് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. ഒരാഴ്ചയോടെ കഴിഞ്ഞ് പിന്നെ ഈ ഭാഗത്തോട്ട് വരാനേ പറ്റത്തില്ല. പൊങ്കാല മഹോത്സവം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകളാണ് സർക്കാരും കോർപ്പറേഷനും ആസൂത്രണം ചെയ്യുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാലയുടെ അവസാനഘട്ട ഒരുക്കത്തിലാണ് തിരുവനന്തപുരം നഗരം. ഇനി വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും ഒപ്പം ഒത്തുചേരലിന്റെയും ഉത്സവമായ ആ ദിനത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറാമാൻ സുനിൽ മുണ്ടോത്തിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.